Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് പുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റ്, അതായത് ആൻ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്നുള്ള ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, സാധാരണ എക്സാമിന് 6 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാവുന്ന, ഉറപ്പിച്ച് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, പ്രൊഫൈൽ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ ഒരു പ്രൊഫൈൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം അതിന്റെ ഹിൻസ് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഹിൻസ് വരുന്നത്? ഫസ്റ്റ് ബോൺ, ജനിച്ചതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് 1827 അരാക്കട്ടക്ക, കൊളംബിയ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒക്യുപ്പേഷൻ, അതായത് ജോലി, നോവലിസ്റ്റ്, ജേർണലിസ്റ്റ്, അതുപോലെ തന്നെ സ്ക്രീൻ റൈറ്റർ. പിന്നെ വർക്ക്സ്, ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട വർക്കുകൾ 100 years of solitude, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, ഓട്ടം ഓഫ് ദി പെട്രിയാർക്ക്. അച്ചീവ്മെന്റ്സ് ആണ് അടുത്ത ഹിന്റ്, അതായത് അച്ചീവ്മെന്റ് പറഞ്ഞ നേട്ടങ്ങൾ, അവാർഡുകൾ. അപ്പൊ ഇവിടെ പറയുന്നത് നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, സാഹിത്യത്തിലുള്ള നൊബേൽ സമ്മാനം, അതും 1982 1982. പിന്നെ ലാസ്റ്റ് ഹിന്റ് ഡെത്ത് ആണ്. 17th April 2014, രാജ്യം മെക്സിക്കോ, ബ്രാക്കറ്റില് ഏജ്ഡ് 87. അപ്പോൾ നമ്മൾ ഈ ഹിൻസ് വെച്ചിട്ട് നമ്മൾ പ്രൊഫൈൽ നമ്മൾ തയ്യാറാക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത്, ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഫൈൽ എഴുതല്ലേ, നമുക്കൊരു ടൈറ്റിൽ എഴുതാം. ടൈറ്റിലായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിനെ കൊടുക്കാം, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. ഇനി നമ്മൾ ഫസ്റ്റ് ലൈന്, ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹിന്റ് ബോൺ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ലൈന് ആ പേര് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് വാസ് ബോൺ. അപ്പൊ നിങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കാം, ഇവിടെ ബോൺ എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹിന്റ് അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ബി തരുന്നത്, അത് നമ്മൾ സ്മോൾ ലെറ്ററിലേക്ക് മാറ്റാം. എന്നിട്ട് പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞുപോയ കാര്യമല്ലേ, അതായത് വാസ് ഉപയോഗിച്ചിട്ട് വാസ് ബോൺ, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് വാസ് ബോൺ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡേറ്റ് ആണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ വെറും ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ, അതായത് 1927 ഇയർ മാത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇയർ മാത്രമാവുമ്പോൾ നമ്മൾ ഇന്ന് ചേർക്കണം. അതേ സമയത്ത് ഇതിന് മുന്നേ ഒരു 15th ഉണ്ട് നോക്കാം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൺ ചേർക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഡേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻ 1927 എവിടെ? അരാക്കട്ടക്ക. അതായത് ഈ അരാക്കട്ടക്ക എന്നുള്ളത് ടൗണിന്റെ പേരാണ്. അപ്പൊ ടൗണിന്റെ പേരായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇന്ന് കൊടുക്കും കേട്ടോ. അപ്പൊ ഇൻ 1927 ഇൻ അരാക്കട്ടക്ക, കൊളംബിയ. ഇൻ അരാക്കട്ടക്ക, കൊളംബിയ. കൊളംബിയയിലെ അരാക്കട്ടക്ക എന്ന് പറയുന്ന ടൗണിനുള്ളിൽ. അപ്പൊ അതേ സമയത്ത് ഒരു ചെറിയ സ്ഥലത്തിന്റെ പേരാണെങ്കിൽ, ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ പറയുന്ന പോലെ തന്നെ ചെറിയൊരു സ്ഥലത്തിന്റെ പേരാണെങ്കിൽ നമ്മൾ അറ്റാണ് കൊടുക്കുക. ഇപ്പൊ ഗാന്ധിയുടെ പ്രൊഫൈൽ പറയുന്ന പോലെ പോർബന്ദർ, ഗുജറാത്ത്. പോർബന്ദർ സ്ഥലത്തിന്റെ പേരാണ്, അറ്റ് പോർബന്ദർ ഇൻ ഗുജറാത്ത്, അറ്റ് പോർബന്ദർ ഇൻ ഗുജറാത്ത്. എന്നാൽ അതേസമയം അരാക്കട്ടക്ക എന്നുള്ളത് ഒരു ടൗണിന്റെ പേരാണ്. അപ്പൊ നമ്മൾ ആ ടൗണിനുള്ളിൽ എന്നാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ലൈൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം. എന്താ വരിക? ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് വാസ് ബോൺ ഇൻ 1927 ഇൻ അരാക്കട്ടക്ക, കൊളംബിയ. ഇനി രണ്ടാമത്തെ ലൈൻ ഒക്യുപ്പേഷൻ ആണ്. ഒക്യുപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ എന്നാണ്, ജോലി അല്ലെങ്കിൽ തൊഴിൽ. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രൊഫൈൽ എഴുതുന്നത് നമ്മളെ റൈറ്റർ മെയിൽ ആണെങ്കിൽ, അതായത് ആണാണെങ്കിൽ ഈ ഒക്യുപ്പേഷൻ എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് പകരം എന്ത് ചെയ്യുക? ആണാണെങ്കിൽ ഹി വാസ് എന്ന് കൊടുക്കുക, ആണാണെങ്കിൽ ഹി വാസ് എന്ന് കൊടുക്കുക. അതേസമയം തന്നെ സ്ത്രീ ആണെങ്കിൽ, ഫീമെയിൽ ആണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ
നമ്മൾ ഷീ വാസ് കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ഈ കേസിൽ ആണാണ്. അപ്പൊ നമ്മൾ ഒക്യുപ്പേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അതായത് കഴിഞ്ഞ ലൈൻ ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു, അപ്പൊ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ കൊടുക്കും? ഹി വാസ്. അപ്പൊ നമ്മൾ എഴുതണം ഹി വാസ്. എങ്ങനെ എഴുതണം? ശരിക്കും നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഹി വാസ് എ നോവലിസ്റ്റ്. അടുത്ത ഓപ്ഷൻ ഏതാ? ജേർണലിസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ആൻഡ് സ്ക്രീൻ റൈറ്റർ. അപ്പൊ ഇവിടെ എക്സ്ട്രാ റിനൗണ്ട് എന്ന വേർഡ് ചേർത്തിട്ടുണ്ട്. ഹി വാസ് എ റിനൗണ്ട് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിനൗണ്ട് എന്ന വാക്കിന്റെ മീനിങ് ഫേമസ് എന്ന, പ്രശസ്തനായ. ഹി വാസ് എ റിനൗണ്ട്, ഹി വാസ് എ ഫേമസ്. ഇനി അത്തരം ഒരു വേർഡ് നിങ്ങൾ കൂട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി? ഹി വാസ് എ നോവലിസ്റ്റ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വിശേഷണം അവിടെ കൊടുത്തു എന്നുള്ളൂ. ഹി വാസ് എ റിനൗണ്ട് നോവലിസ്റ്റ്, ജേർണലിസ്റ്റ് ആൻഡ് സ്ക്രീൻ റൈറ്റർ. അടുത്തത് വർക്ക്സ് ആണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, വർക്ക്സ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ വർക്ക്സ് മാത്രമേ കാണൂ, ചിലപ്പോൾ നോട്ടബിൾ വർക്ക്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ മേജർ വർക്ക്സ് ഉണ്ടായിരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ടത് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരലാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ വർക്ക് എപ്പോഴും നമ്മൾ പ്രസന്റിൽ തന്നെ പറയണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ കൃതി ആയിരുന്നു എന്നല്ല പറയാ, ആണ് എന്നാണ് പറയാ. അപ്പൊ ഒരു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്ദേഹത്തിന്റെ വർക്കുകളെ പ്രസന്റിൽ പറയണം. അപ്പൊ ഇവിടെ മിക്കവാറും പ്രൊഫൈല് നമ്മൾ എഴുതുമ്പോൾ വർക്കുകൾ ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പൊ പ്രസന്റ് ആയിട്ട് നമ്മൾ ആർ ഉപയോഗിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. കാരണം ആളെന്നോ മരണപ്പെട്ടു പോയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വർക്കുകൾ ആണ് എന്നാണ് പറയാ. അപ്പൊ ഇവിടെ വർക്ക്സിനാണ് ഇവിടെ ഹിൻസിൽ തന്നുള്ളൂ. പക്ഷെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആണാണെങ്കിൽ അതിന്റെ മുന്നേ ഹിസ് ചേർക്കണം, അദ്ദേഹത്തിന്റെ വർക്കുകൾ. അതേ സമയത്ത് റൈറ്റർ സ്ത്രീ ആണെങ്കിലോ ഹെർന്ന് ചേർക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു വിശേഷണം കൂടി ചേർക്കുന്നുണ്ട്, ഹിസ് നോട്ടബിൾ വർക്ക്സ്. ആ നോട്ടബിൾ നമ്മൾ ചേർത്തതാ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടായിരിക്കും, ഹിൻസ് തരുമ്പോൾ ആ ഹിൻറ്റില് നോട്ടബിൾ എന്നോ മേജർ എന്നോ വന്നിരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ടില്ല, പക്ഷെ എന്നാലും നമ്മൾ കൊടുത്തു. ഇനി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ. ഏതൊക്കെയാ? ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ. ഞാൻ അപ്പുറത്ത് നിർത്തി എഴുതണം കേട്ടോ. നോട്ടബിൾ വർക്ക്സ് ആർ 100 years of solitude, love in the time of cholera and the autumn of the patriarch. ആൻഡ് ദി മൂന്നാമത്തേതാണ് കേട്ടോ. അപ്പൊ ആൻഡ് കൊടുക്കുക, ആൻഡ് ദി ഓട്ടം ഓഫ് ദി പെട്രാർക്ക്. അതവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് അവാർഡാണ്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് അച്ചീവ്മെന്റ് എന്നാണ് തന്നിട്ടുള്ളത്. അച്ചീവ്മെന്റ്സ് അല്ല അച്ചീവ്മെന്റ്, നേട്ടങ്ങൾ എന്ന. അച്ചീവ്മെന്റ്സ് പറഞ്ഞാൽ നേട്ടങ്ങള്. ഇവിടെ ആകെ ഒന്നേ തന്നിട്ടുള്ളൂ, നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അതും 1982 സാഹിത്യത്തിലുള്ള നൊബേൽ സമ്മാനം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ആണായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയണം. എങ്ങനെ പറയണം? ഹി വാസ് അവാർഡഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹി അവാർഡഡ് എന്ന് പറഞ്ഞാൽ പോരാ. ഹി അവാർഡഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് കൊടുത്തു എന്നാ. ഇവിടെ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഹി വാസ് അവാർഡഡ്, അദ്ദേഹത്തിന് നൽകപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹി റിസീവ്ഡ് എന്ന് പറയണം. അപ്പൊ വാസു വേണ്ട, അദ്ദേഹം സ്വീകരിച്ചു. അല്ലെങ്കിൽ ഹി ഗോട്ട്. അപ്പൊ ഒരു കുറച്ചുകൂടി ഒരു നല്ല രീതിയാണ് എന്ത്, നല്ലൊരു സെന്റൻസ് ആണ് ഇത്, ഹി വാസ് അവാർഡഡ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കുക, സാധാരണ കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്ക് ആണ് ഇത്. കുട്ടികൾ എന്ത് ചെയ്യും? ഹി അവാർഡഡ് എന്ന് എഴുതും, അല്ലെങ്കിൽ ഹി വാസ് അവാർഡ്സ് എന്ന് എഴുതും. ഇത് രണ്ടും മിസ്റ്റേക്ക് ആണ് കേട്ടോ. അതായത് ഹി വാസ് അവാർഡഡ് തന്നെ എഴുതണം. അതായത് അവാർഡ് എന്ന് പറയുന്ന വെർബിന്റെ മൂന്നാമത്തെ രൂപം. അങ്ങനെ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഹി റിസീവ്ഡ് എന്ന് എഴുതിയാൽ മതി. അതും അല്ലെങ്കിൽ ഹി ഗോട്ട്, അദ്ദേഹം നേടി. ഹി വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, രണ്ടു രീതിയിലും പറയാം. ഹി വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ
ഇൻ 1982 1982. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം മാത്രമേ ഉള്ളൂ. ഇനി ലാസ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് എന്നുള്ളത് മരണം എന്നാണ്. അതായത് നാമമാണത്. നമ്മൾ അതിനെ വെർബിലേക്ക് മാറ്റണം. അതിന്റെ വെർബാണ് ഡൈ എന്നുള്ളത്. മരിച്ചു ഡൈഡ് എന്ന് എഴുതണം, DIED. അല്ലെങ്കിൽ പാസ്ഡ് എവേ. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പാസ്ഡ് എവേ എന്നുള്ളതാണ്. പാസ്ഡ് എവേ ഉപയോഗിക്കാം, ഡൈഡ് ഉപയോഗിക്കാം കേട്ടോ. അത് നോക്കൂ, ഹി പാസ്ഡ് എവേ, അദ്ദേഹം മരിച്ചു. ഇനി ഇവിടെ 17th ഏപ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ആണ് 17th. അപ്പൊ ഡേറ്റിന്റെ മുൻപ് നമ്മൾ ഓൺ ഉപയോഗിക്കണം. മാസമാണെങ്കിലും വർഷമാണെങ്കിലും ഇന്ന്. ഇത് ശ്രദ്ധിക്കേണ്ടത് ഒരു തവണ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഡേറ്റിന്റെ മുന്നേ നമ്മൾ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ മാസത്തിന്റെ മുന്നിലും വർഷത്തിന്റെ മുന്നിലും ഇനി എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട. അപ്പൊ ഇങ്ങനെയാണ് ആൻസർ വരിക. ഹി പാസ്ഡ് എവേ ഓൺ 17th ഏപ്രിൽ 2014 ഇൻ മെക്സിക്കോ. രാജ്യത്തിന്റെ പേരല്ലേ. അപ്പൊ ഇൻ മെക്സിക്കോ. ഇനി ബ്രാക്കറ്റിലുണ്ട് ഏജ്ഡ് 87 എന്നുള്ളത്. അത് ബ്രാക്കറ്റ് ഒഴിവാക്കി എങ്ങനെയാ, അറ്റ് ദ ഏജ് ഓഫ് 87, 87ാമത്തെ വയസ്സ്. അത് ഓർത്തു വെക്കാം. വേറെ ഏതെങ്കിലും പ്രൊഫൈലിൽ ചോദിച്ചാൽ സെയിം രീതിയിൽ എഴുതിയാൽ മതി, അറ്റ് ദ ഏജ് ഓഫ് 87. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ഷോർട്ട് വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ അടുത്ത വീഡിയോസിൽ നമുക്ക് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ ഡയറി, അതുപോലെയുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, തൽക്കാലം ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ആളുകളും ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.